Hi friends, welcome back to Flavors of Sruthy's World. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡയറി ഫ്രീ വീഗൻ മിൽക്ക് റെസിപ്പിയാണ്. ലാക്ടോസ് ഇൻടോളറൻ്റ് ആയിട്ടുള്ളവർക്കും ഡയറി പ്രൊഡക്ട്സ് പാലും പാലുൽപ്പന്നങ്ങളും അലർജി ഉള്ളവർക്കും തൈറോയിഡ് pcos പ്രോബ്ലം ഉള്ളവർക്കും അതുപോലെ വെയിറ്റ് ലോസിനായിട്ട് ശ്രമിക്കുന്നവർക്കും ഡയറ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒരു മിൽക്ക് റെസിപ്പി. പശുവിൻ പാലിന് ഏറ്റവും ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ആൽമണ്ട് മിൽക്ക്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്, അതിനെപ്പറ്റി നമുക്ക് വീഡിയോൻ്റെ അവസാനം പറയാം. ഇപ്പോൾ എന്തായാലും വീട്ടിൽ തന്നെ ആൽമണ്ട് മിൽക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ആൽമണ്ട് മിൽക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ആൽമണ്ട്സ് ബദാം നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഞാനിവിടെ ഒരു 20 ആൽമണ്ട്സ് എടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ കുതിർത്ത് ഒരു 5-6 മണിക്കൂർ വെക്കണം. ഇപ്പോൾ രാവിലെ കുടിക്കാനാണെങ്കിൽ രാത്രി ഓവർനൈറ്റ് നമ്മൾ ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. ഈ ബദാമിൻ്റെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന ടാനിൻ എന്ന് പറയുന്ന കണ്ടൻറ്റ് ഉണ്ട്, അത് നമുക്ക് റിമൂവ് ആക്കിയാൽ മാത്രമേ ഇതിൻ്റെ ഫുൾ ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ആവുള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഹൈ വോൾ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ഹൈ സ്പീഡിൽ ഇത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല പതയായിട്ട് ഇരിക്കുന്നുണ്ട്, നല്ല ക്രീമി ടെക്സ്ചറായിട്ട് നല്ല കറക്റ്റ് മിൽക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കപ്പിലേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ കപ്പ് എന്ന് പറയുന്നത് ഒരു 2 കപ്പിൻ്റെ അളവാണ് കേട്ടോ, സാധാരണ നോർമൽ കപ്പിൻ്റെ. അപ്പോൾ ഒരു കപ്പ് മതി എന്ന് വെച്ചാൽ 10-15 ആൽമണ്ട്സ് എടുത്ത് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് ഇതുപോലെ അടിച്ചെടുത്താൽ മതി. അങ്ങനെ നല്ല തിക്കായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ആൽമണ്ട് മിൽക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിൽ അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരാഴ്ച വരെയൊക്കെ യൂസ് ചെയ്യാം. ആവശ്യത്തിനടുത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ചായ, കാപ്പി, അതുപോലെ സ്മൂത്തി ഉണ്ടാക്കാം, ഷേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് കൗ മിൽക്കിന് പകരം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. വെറുതെ കുടിക്കാനാണെങ്കിലും ഷുഗർ ആഡ് ചെയ്യരുത്. ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടില്ല, ബെനിഫിറ്റ് കിട്ടില്ല. അതിന് പകരം നമുക്ക് ഹണി ആഡ് ചെയ്യാം, മധുരത്തിനായിട്ട് ഡേറ്റ് സിറപ്പ് ആഡ് ചെയ്യാം, അതൊക്കെ നല്ലതാണ്. കുട്ടികളുടെയും മുതിർന്നവരെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെയൊക്കെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് ഈ ബദാം മിൽക്ക്. മാത്രമല്ല കീറ്റോജനിക് അഥവാ കീറ്റോ ഡയറ്റ് പിന്തുടരുന്ന ആളുകൾക്ക് പലപ്പോഴും പാലിന് പകരം ലാക്ടോസ് അടങ്ങിയിട്ടില്ലാത്ത ബദാം പാലിനെയാണ് ആശ്രയിക്കുന്നത്. കാരണം ഇതിൽ ധാരാളം പോഷക ഗുണം മാത്രമല്ല കാർബോഹൈഡ്രേറ്റിൻ്റെ അളവും കാലറിയൊക്കെ കുറഞ്ഞ അളവിലാണ്. മാത്രമല്ല കാൽസ്യം, റൈബോഫ്ലേവിൻ, തയാമിൻ, മഗ്നീഷ്യം, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി ഇതൊക്കെ ധാരാളം ഇതിലടങ്ങിയിട്ടുണ്ട്. പശുവിൻ പാലിലെല്ലാം അടങ്ങിയിരിക്കുന്ന ലാക്ടോസ് എന്നൊരു പഞ്ചസാരയുടെ രൂപം ഒരുപാട് ആളുകളിൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ ലാക്ടോസ് ഇൻടോളറൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടാണ്, പാലിന് പകരം യൂസ് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് മിൽക്കാണ് ആൽമണ്ട് മിൽക്ക് എന്ന് പറയാം. PCOD, PCOS, തൈറോയിഡ് എന്നീ പ്രശ്നമുള്ളവർക്ക് ഡയറി പ്രൊഡക്ട്സ് പാലും പാലുൽപ്പന്നങ്ങളും ഒഴിവാക്കണമെന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു മിൽക്കാണ് ആൽമണ്ട് മിൽക്ക്. കാൽസ്യം ധാരാളം അടങ്ങിയിരിക്കുന്ന ആൽമണ്ട് മിൽക്ക് എല്ലുകളുടെ ആരോഗ്യത്തിനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും മെമ്മറി ബൂസ്റ്റിങ്ങിനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ്ങിനും മാത്രമല്ല സൗന്ദര്യവർദ്ധനവിനും കൂടി ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള റെസിപ്പീസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അതുവരെ നിങ്ങളോട് ബായ് പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രുതി മകേഷ്.